Hey guys, welcome to my channel. ഉറങ്ങി നീച്ച പോലെ തന്നെ ഉണ്ട്, സത്യമാണ്. ഞാനിപ്പോൾ ഉറങ്ങി നീച്ചിക്കാളുള്ളൂ. വൈകുന്നേരം വന്ന് ഉറങ്ങൂലേ, അങ്ങനെ വന്ന് ഉറങ്ങി നീച്ചിക്കാളുള്ളൂ. മുഖമൊക്കെ കേൾക്കി വന്ന് മേക്കപ്പ് ഇടാൻ ഞാൻ വിചാരിച്ചാൽ എന്തായാലും വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് പണിയായതുകൊണ്ട് എടുത്ത് തിരിച്ച് വരച്ച് ഇവിടെ വെക്കുന്നത് കുറച്ച് പണിയാണ്. ഇങ്ങോട്ടേക്ക് നോക്കി തന്നെയാണ് സംസാരിക്കുന്നത്, എത്ര കഴിച്ചിട്ടങ്ങ് ഇതാവില്ല. അപ്പോൾ പണിയായതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ എടുക്കണ്ടെന്ന് വിചാരിച്ചതെങ്കിലും ഞാൻ വിചാരിച്ചാൽ എടുത്തേക്കാം. അപ്പം എന്താ കാര്യം ചെയ്യുന്നത്, തമ്മിലുണ്ടല്ലോ, ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. പിന്നെ ഒന്നാമത്തെ പെരുന്നാളല്ലേ, പിന്നെ പെരുന്നാളിൻ്റെ മാത്രമല്ല എനിക്കാണെങ്കിൽ ഇവിടെ ഒരു പല്ലുണ്ട്, പല്ല് നല്ല വേദന, ഇടയ്ക്കിടക്ക് നല്ല അടിപൊളി വേദന നോക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചതല്ല, ഇവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതിപ്പോൾ കുറേ കാലമായിട്ടുണ്ട് ആ വേദന ഇടയ്ക്കിടക്ക് വരിക. ഇത് കുറച്ച് കാലമായിട്ട് വേദന ഇല്ലല്ലോ. അന്നേരം ഞാൻ എന്താ അഹങ്കാരത്തിൽ എന്നാൽ പിന്നെ കാണിക്കണ്ടെന്നുള്ള രീതിയിൽ വേദന ഇല്ലല്ലോ, വേദന വരുന്നതിന് മാത്രമുള്ള രീതിയിൽ ഇട്ടതാ. ഇപ്പോൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വേദന വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അപ്പം ഞാൻ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്തായാലും പറിച്ചെടുക്കാൻ ഒരു 50-50% പറിച്ചെടുത്താൽ വരുന്നുള്ളൂ. അത് ചിലപ്പോൾ ഓപ്പറേഷൻ ചെറിയൊരു സർജറി ചെയ്തിട്ട്, വലിയ സർജറി അല്ല, സർജറി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതുള്ള ആയിപ്പോയിക്കും. പക്ഷെ അതൊന്നുമല്ല, ചെറിയൊരു ഇവിടെ കയറിയിട്ട് പല്ലിന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് കുറ്റി മാത്രമേ ഉള്ളൂ, അപ്പം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓലാണെങ്കിൽ കീറിയിട്ട് അങ്ങനെ ആ പൊടിയെല്ലാം വേർതിരിച്ചെടുക്കായിരിക്കും. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എടുക്കാന്ന് ഇപ്പം എന്താ പറയാൻ വന്നിരിക്കുന്ന വിട്ട്. അപ്പോൾ 11 മണിക്കാണ് ബസ്. 9 മണിയാകുമ്പോഴത്തേക്ക് 9 മണിക്ക് മുന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാനൊരു ചെയ്യാണ് എല്ലാവരും. അപ്പൊ നമ്മൾ എന്തായാലും ഡ്രസ്സ് മാറ്റി വന്നിക്ക്. അത് ഞാൻ ഇട്ടത് ലോങ്ങായിട്ടുള്ള ടോപ്പ് ചെയ്യും. നീനോട് ഈ കുട്ടി കമ്മലിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. എന്തായാലും ബസ്സിലെത്തി കഴിഞ്ഞിട്ടുണ്ടെ ചിലപ്പോൾ എനിക്ക് ഉറക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ഉറങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഇത് കഴിക്കും ചിലപ്പോൾ. കമ്മലിട്ട് ഇനിയിപ്പം ബാച്ചും കെട്ടി കൊടുക്കാം. നമുക്കില്ല, എനിക്ക് ആണെങ്കിൽ വിശക്കുന്നുണ്ട്. ഒരു മാഗി ഉണ്ട്, അതിപ്പോൾ ഉണ്ടാക്കി തിന്നാലും വെച്ചിട്ട് പോകാൻ സമയമായിക്കില്ല. ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു 9 മണി ഞാൻ പറഞ്ഞല്ലോ, 9 മണിക്കറ്റാനായിരിക്കും ഇറങ്ങും. ഓലായിട്ട് വിളിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും കൊണ്ടാക്കി തെറ്റിയിരിക്കും. അല്ല ഞാൻ ഒറ്റക്കാൽ പോകുന്നത്. പിന്നെ നമുക്ക് മുടി ഒന്ന് കെട്ടി വെക്കാം. ഇപ്പം കഴിച്ചിടാന്നല്ലാണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടും എന്തായാലും. അങ്ങനത്തെ ചൂടാ കെട്ടി കൊടുക്കാം. പിന്നെന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, നല്ല സ്ഥലം. ഇത് നമ്മൾ ഫോറം മാളും അങ്ങനെ ഇഷ്ടം പോയപ്പോൾ വാങ്ങിയതാ. ഇപ്പം തന്നെ ചൂട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ എന്താ പറയാ, ഈ ഒരു ബാഗ് ഇട്ട് കൊടുക്കുന്നു ഗൈസ്. പൈസ കൊടുക്കുന്നുണ്ടല്ലോ. ചൂടൊക്കെ ഇപ്പോഴേ ഞാൻ എടുത്തു വെച്ചതാണ്. അഥവാ പോകുന്നേരം ഇടിപിടിയിൽ സമയം ഉണ്ടാവില്ല, അപ്പം എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോഴേ എടുത്തു വെച്ചതാണ്. ഇപ്പം ഇനി നമുക്ക് എന്തായാലും ഒരു മാഗി ഉണ്ടാക്കണം. ഞാൻ കാണിക്കണോ? വേണ്ട, അധികം ലോങ് വീഡിയോ ആയിരിക്കാണ്ടാവില്ല. ഞാൻ എപ്പോഴും ലോങ് വീഡിയോ എല്ലാം പറഞ്ഞിട്ട് ലോങ് ആയിരിക്കും എപ്പോഴും. പക്ഷെ ഇതധികം ലോങ് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് അല്ലേ വേണ്ട, അതൊന്നും വേണ്ട അല്ലേ. അപ്പോൾ ഓക്കെ, എന്നാൽ ഞാൻ മാഗി ഉണ്ടാക്കി തിന്നിട്ട് വരാം. ഗായ്സ്, അപ്പോൾ എനിക്ക് വൈകുന്നേരമൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. മെട്രോ സ്റ്റേഷനിലേക്ക് കയറി ഓൺലൈനിലായിട്ട് ഇപ്പോൾ സമയം വൈകി. നേരത്തെ കുറേ സമയം ഉണ്ടായി, അപ്പോൾ ഇപ്പോട്ട് സമയവും ഇല്ല, ലേറ്റായി. അങ്ങനെ പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോവുകയാണ്. ദീപാഞ്ജലി നഗറിലേക്കാണ് ടിക്കറ്റ് എടുത്തത്, ദാസറള്ളി ടു ദീപാഞ്ജലി നഗർ. ഇനിയിപ്പം അവിടെ പോയിട്ട് 11 മണിയാകുമ്പോഴത്തേക്ക് സാറ്റലൈറ്റിലേക്ക് ഓലയേറ്റാൻ വിളിച്ചു. ആടുള്ള ഓട്ടേറ്റാൻ വിളിച്ചിട്ട് വേണം പോവാൻ. നേരത്തെ എനിക്ക് ഇറങ്ങുന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ലേറ്റ് ആയിട്ടായിരുന്നു ഇറങ്ങിയത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല, ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല, സമയം കിട്ടിയില്ല, കൈയടയുന്നു. അപ്പം
അപ്പം മെട്രോ വരും, എന്നിട്ട് നമുക്ക് അത് കയറി പോകണം. മെട്രോയിൽ കയറി വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുള്ളറിയാൻ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അത്ര തിരക്കുണ്ടാവില്ല, കുറച്ച് അങ്ങോട്ടേക്ക് എത്തിക്കണമെങ്കിൽ കുറേ ആൾക്കാരെ ഇങ്ങനെ പോകും. എ സി ഉള്ള വലിയ ചോദില്ല. അയ്യോ, ആ ചേട്ടൻ വിചാരിച്ചിട്ടോ ചേട്ടനെ വീഡിയോ എടുക്കാറ്. ഇനിയിപ്പോൾ 4 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് മാജസ്റ്റിക് എത്തിയിട്ട് മാറി കാണണം. അതൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം. ഇങ്ങനെ തിരക്കിട്ട് കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പം എന്തായാലും ഇനി മാറി കിടന്നേരം കാണാം. നമ്മൾ മജസ്റ്റിക് എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് മാറി കയറണം, നമുക്ക് കയറാം. ഞാനാണെങ്കിലേ എനിക്ക് മര്യാദ സ്ഥലം അറിയൂലെന്നും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പോലീസ് ചേച്ചിമാർ ഇരിക്കുമല്ലോ, പോലീസ് ചേച്ചിമാരുടെ അടുത്ത് പോയി ചോദിച്ചു. ഇവിടെ തന്നെയാണ്, നമുക്ക് ഇവിടെ നിൽക്കാം, വീഡിയോ നോക്കാം. ഇനി 7 മിനിറ്റും കൂടിയുണ്ട് നമ്മളെ മെട്രോ ട്രെയിനിൽ വരാൻ വേണ്ടിയിട്ട്. നമുക്ക് 7 മിനിറ്റും കൂടിയുണ്ട്. അതുവരെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒറ്റബോധത്തിനെ പോലെ നിൽക്കണം. ഗായ്സ്, ഇവിടെ നിന്ന് ബോറടിച്ച് ഇനിയും 3 മിനിറ്റും കൂടിയുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ കാണിക്കും കേട്ടോ എത്ര മിനിറ്റ് ഉണ്ട് നോക്കാനുള്ള. ഈ 3 മിനിറ്റും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കണം. അവിടെ കുറേ അണ്ണന്മാരൊക്കെ ഉണ്ട്. പക്ഷേ കൂട്ടിയിട്ട് മേളിലധികം സാധനം ഇല്ല. ഉമ്മച്ചീനോട് കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് സാധനം എടുക്കുള്ളൂ. പിന്നെ ഇനി നാട്ടിൽ പോയി വരുന്നേരം അത് ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ കുറച്ച് സാധനം എടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ മേക്കപ്പ് സാധനം തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. നിങ്ങളെൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കണ്ടില്ലല്ലോ. നമുക്ക് ആരോടെങ്കിലും ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടനോട്ടാ ചോദിക്കും, എടുത്തരും അറിയില്ല. എന്താ നമുക്കൊന്നും ചോദിച്ചു ഈ കണ്ടിട്ട് പാവത്തിന് പോലെ. അപ്പം 2ാമത്തെ മെട്രോയിലേക്ക് കയറിക്ക്. ഇത് ഫുള്ളാക്കി കൊണ്ടുപോകാറില്ല. ആ ചങ്ങാതിയാണെങ്കിൽ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഞാൻ പേടിച്ചു. ഞാൻ ചേച്ചി ഫോണെടുത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ കണ്ടി ഫോൺ കൊണ്ട് പോകുന്നൊക്കെ പക്ഷേ ഫോണെടുത്ത് പോകുമെന്ന് വിചാരിച്ചു. കണ്ടില്ല, ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ അവിടെ പോലീസൊക്കെ ഇപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അതിന് ആദ്യമോ ഓലയോ അല്ലെങ്കിൽ അവിടെയുള്ള ഓട്ടോയ്ക്ക് വിളിക്കണം നോക്കല്ലേ. ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദൂരം ആവുന്നെങ്കിൽ നടക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ ബാഗിൽ വലിയ വെയിറ്റ് ഇല്ല, എന്നാലും വെയിറ്റ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിവിടെ കാണിച്ചു കൊടുക്കാം. ഇവിടെ കാണിച്ച ഇപ്പം ഓപ്പൺ ആണ്. അപ്പോൾ ഇപ്പുറത്തെ കൈ വെക്കാം. ഇവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓപ്പൺ ആയി വരും. എന്നിട്ടിതാ ഇവിടെ എത്തി. ഞാൻ ഒറ്റക്കാണ്. ഞാൻ എന്ത് ചെയ്യും? പേര പോകേണ്ടതെന്ന് വെച്ചാൽ ഇതിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ. ദസ് വേ ആണ് ഇറങ്ങാം. ഓക്കെ, ആ ആൻറ്റി പോകുന്നതുകൊണ്ട് ഫുൾ അടിച്ചു വരി തുടച്ചിട്ടാണ് പോകുന്ന ആ ഡ്രസ്സും കൊണ്ട്. ഇവിടുത്തെ ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അയ്യോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു മനസ്സിലാവില്ല. എത്ര വട്ടം എന്തോ നമ്മളൊക്കെ കാണിയ പോലെ നമ്മളെ വയ്യ തന്നെ വരും.
ഞാൻ ഇവിടുന്ന് ഒരു ചിക്കൻ റോളും ഷവർമയാണ് വാങ്ങാൻ വിചാരിച്ചത്. ചിക്കൻ റോളേ ഉള്ളൂ, ഷവർമ കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ റോളും വാട്ടർമെലൺ ജ്യൂസും വാങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഒരു വാട്ടർമെലൺ ജ്യൂസും ചിക്കൻ റോളും വാങ്ങിയിട്ടുണ്ട്. ഇപ്പം ആടെ എത്തിയിട്ട് വേണം വെളിച്ചം. ഇപ്പം ആടെ എത്തിയിട്ട് വേണം ബാക്കി എന്തെങ്കിലും ചിപ്സ്. സമയം ഉണ്ടോയെന്നറിയില്ല. സമയം വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് സമയം നോക്കാൻ വേണ്ടി വിട്ടുപോയിക്കേനു. ലാസ്റ്റ് ഞാൻ പിന്നെ പെട്ടെന്ന് നോക്കുന്ന 11:40 സംതിങ്. അപ്പോൾ ഞാൻ അന്നേരം തന്നെ ഓലെ വിളിച്ച ബസ്സിൻ്റെ ആളെ. അങ്ങനെ പോര് പറഞ്ഞ് 11:55 എടുക്കുള്ളൂ. അപ്പോൾ എനിക്ക് സമാധാനം. ഞാൻ ഇതാ ഭക്ഷണം കൂടി വാങ്ങിയിട്ട് പോകാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, നോമ്പലേക്കും. ഇപ്പോൾ എത്തിയിട്ട് കാണും ബസ്സിൽ. അപ്പോൾ ഗൈസ് ബസ് കയറി. ഞാൻ അവിടെ സൈഡിൽ വന്നേ ഓല് വിളിക്കുന്ന ടൈമിൽ. അപ്പോൾ ബസ് കയറി ലൈറ്റ് ഓഫ് ആക്കി. ഗൈസ് ഇവിടെ ലൈറ്റ് ഓഫ് ആക്കി. അടുത്ത സ്റ്റോപ്പത്തുന്നത് ലൈറ്റ് എടുക്കണ്ടാവും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
2 hours later. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ പുറകെത്തി ഇപ്പം നല്ല കുറേ നേരം എത്തിക്കഴിഞ്ഞിട്ട് അപ്പം ഇപ്പാണ് വീഡിയോ എടുക്കുന്നതെന്നുള്ളൂ ഇപ്പാണ് ടൈം കിട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാട്ടോ ഒന്നാമത്തത് നമുക്ക് സമ്മതിക്കണം. ഞാനാണെങ്കിൽ ആദ്യം കോഴിക്കോട് ഇറങ്ങുമ്പോഴേക്കന്നെ ചൂടെടുത്ത് ഒരു ഭാഗം ചത്ത രീതിയായിപ്പോയിക്കും. പിന്നിട്ട് എനിക്കാണെങ്കിൽ ഒരു വീഡിയോ ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ടിട്ട് പറ്റിക്കില്ല എന്ന് മാത്രമല്ല ഞാനാണെങ്കിൽ എടുക്കാൻ വേണ്ടി വിചാരിക്കുക, പക്ഷെ അധികം ആൾക്കാരും ഇങ്ങനെ നോക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പിന്നെ ഞാനങ്ങ് നിർത്തി, വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബസ് കയറുന്നതും അങ്ങനെയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ ഈ ബാണ്ടൊക്കെ ഇട്ടുകൊണ്ട് എനിക്കിട്ട് എടുക്കാൻ വേണ്ടി പറ്റിക്കില്ല. ഇങ്ങോട്ടേക്ക് എത്താനായ ടൈമിൽ ഓട്ടോയിൽ കയറിയത് അങ്ങനെ ഒരു 2 ക്ലിപ്പറ്റ കിട്ടിക്ക്. പിന്നെ അതിനെ ഞാൻ എടുത്തത് 1% ചാർജുള്ള ടൈമിലാണ്. അപ്പം തന്നെ ഫോണങ്ങ് ഓഫ് ആവുകയും ചെയ്തിക്ക്. പിന്നെ ഞാൻ ഇവിടെ വന്ന് ചാർജിലിട്ട് കുളികയൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ ഒരു കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് നല്ല അടിപൊളി വെയിലാട്ടോ, സമ്മതിക്കണം. ഇനിയിപ്പം കുറേ ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും പെട്ടെന്ന് നാളെ മറ്റന്നാളെ കൊണ്ടുവച്ചാൽ പോയിട്ട് പല്ല് എന്തെങ്കിലും ആക്കി പറപ്പിക്കണം. പിന്നെന്താന്ന് അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഇവിടെ വന്ന് കിടന്ന് ഞാൻ വന്ന പാടെ തന്നെ ഫോണ് ചാർജ് ഇല്ലല്ലോ, എന്തായാലും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ നിന്നത്. അപ്പം ഞാൻ എന്താക്കി ചിക്കൻ്റെ ഉറങ്ങുന്നതിൻ്റെ മുന്നേ വേഗം ഫോണ് ചാർജിലിട്ട്. പക്ഷെങ്കിൽ ഉണർന്ന് കഴിഞ്ഞ് ഫോണെടുത്ത് നോക്കുമ്പോഴേക്ക് ചാർജ് ഇട്ടിക്ക് സ്വിച്ച് ഇട്ടിക്കില്ല. ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ ഞാൻ ആകെ ഒരു മൂഡ് തന്നെ അങ്ങ് പോയി കഴിഞ്ഞു. പിന്നെ ആദ്യമേ ഉണർന്നെണീച്ചപ്പോൾ പിന്നെ അത് കണ്ട് എനിക്കങ്ങ് സങ്കടമായിപ്പോയി. ആ വെളിച്ചത്തിൽ എനിക്ക് കിട്ടിയില്ല. ഇപ്പം കണ്ടില്ലേ ഗ്രെയിൻസ് ഒക്കെ വന്നിട്ട് അത് രാത്രി അതിനെ കൊണ്ടാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. എഡിറ്റ് ചെയ്യാൻ തന്നെ കുറേ ഉണ്ട്. എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നു ഇങ്ങനെ കുറച്ച് പേക്കൂട്ടേക്ക് വെച്ചിട്ട്. പിന്നെ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. എന്തായാലും ഇല്ലേ വീഡിയോ കാണുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത്